ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇലാക്കിയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് തലമുടി നരയ്ക്കാതെ ഇരിക്കാനുള്ള ഒരു എണ്ണ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇതിനാവശ്യമുള്ള സാധനങ്ങൾ: വെളിച്ചെണ്ണ 1.5 കപ്പ് അല്ലെങ്കിൽ 2 കപ്പ്, കയ്യോന്നി ഇല തണ്ടുൾപ്പെടെ 1 പിടി, കറിവേപ്പില 1/2 പിടി, കറ്റാർ വാഴ ഒരു ചെറിയ ഇല, പനിക്കൂർക്ക ഇല ഒരു 3 എണ്ണം, കൊച്ചുള്ളി 2, ഉണക്ക കുരുമുളക് 4 എണ്ണം. കയ്യോന്നി ഇല, കറിവേപ്പില, കറ്റാർ വാഴ, പനിക്കൂർക്ക ഇവയെല്ലാം ചെറുതായി അരിഞ്ഞ് അരച്ചെടുക്കുകയോ നല്ല വൃത്തിയുള്ള വെള്ളമയമില്ലാത്ത ജാറിൽ മിക്സിയിൽ അരച്ചെടുക്കുകയോ ചെയ്യുക. നല്ല വൃത്തിയുള്ള ഇരുമ്പ് ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് അരച്ചു വച്ചിരിക്കുന്ന ഇലകൾ ഇതിൽ ചേർക്കുക. തീ കുറച്ച് പതുക്കെ ഇളക്കി കൊടുക്കുക. അതിൻ്റെ പത വറ്റുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഈ കയ്യോന്നി ഇലയൊക്കെ അരച്ചത് കയ്യിലെടുക്കുമ്പോൾ തന്നെ അതിലൊരു കറുപ്പ് നിറം നമുക്ക് കാണാൻ പറ്റും. മുടിയുടെ വളർച്ചയ്ക്ക് വളരെ നല്ല ഒരു എണ്ണയാണ്. ഇതിനിടയിൽ ഞാൻ ഒരു വിചിന്തനം പറയാം. ചുമടുകളാണ് ചിറകുകളാകുന്നത്. എല്ലാ ഭാരവും ആദ്യം അസഹനീയമാണ്. നോക്കി നിന്നാൽ ഒന്നിൻ്റെയും ഭാരം കൂടുകയോ കുറയുകയോ ഇല്ല. ചുവട് വയ്ക്കുകയും ചുമലിലേറ്റാനുള്ള പരിശ്രമം നടത്തുകയും ചെയ്യുക മാത്രമാണ് പരിഹാരം. അപരിചിതമായി എന്തിനെ സ്വീകരിക്കുമ്പോഴും അതിൻ്റേതായ അസ്വസ്ഥതകൾ ഉണ്ടാകും. അമിതഭാര നിയന്ത്രണം പൊരുത്തപ്പെടണം. പുതിയ ചുമടുകൾ ഒരു തിരഞ്ഞെടുപ്പാണ്. അധിക ഭാരത്തെ ശിക്ഷയോ ബാധ്യതയോ ആയി കാണാതെ ഉത്തരവാദിത്തമായി സ്വീകരിക്കണം. എന്തൊക്കെ അപകടങ്ങളിൽ ചാടും എന്ന നിഷേധ ചിന്തയാണ് അജ്ഞാതമായ എന്തിനേയും ഒറ്റയടിക്ക് തിരസ്കരിക്കുന്നതിനുള്ള തോന്നൽ സൃഷ്ടിക്കുന്നത്. പടിപടിയായി ഉയർത്തുക എന്നതാണ് പ്രായോഗിക പാഠം. ചെറിയ ചുവടുകളാണ് എത്ര കഠിനമായതിനെയും മൃദുലമാക്കുന്നത്. ജീവിതവും കാലവും ഒരാളെ വിശ്വസിക്കുന്നു എന്നതാണ് പുതിയ ചുവടുകളുടെ അർത്ഥം. ഓക്കെ, അപ്പം നമ്മുടെ എണ്ണ ഏകദേശം പത വറ്റി വന്നിട്ടുണ്ട്. ഇപ്പോൾ അരിഞ്ഞു വച്ചിരിക്കുന്ന 2 ചെറിയ ഉള്ളി ഇതിനോട് ചേർക്കുക. ചെറിയ ഉള്ളിയും നല്ലതായി ചേർത്ത് ഇളക്കിക്കൊണ്ടിരിക്കുക. ചെറിയ ഉള്ളി ഏകദേശം ഡാർക്ക് ബ്രൗൺ കളറാകുമ്പോൾ പത വറ്റിയെന്ന് മനസ്സിലാക്കാം. ഇനി 3-4 ഉണക്ക കുരുമുളക് ഇതിനോട് ചേർക്കുക. കുരുമുളക് നല്ലതുപോലെ പൊട്ടി കുമിളകൾ തീരുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്ത് എണ്ണ നല്ലതുപോലെ തണുക്കാൻ വയ്ക്കണം. അരിച്ചെടുത്ത് കഴുകിയ ഉണങ്ങിയ കുപ്പികളിൽ ഒഴിച്ചു വയ്ക്കുക. ഇവ എന്നും കുളിക്കുന്നതിന് മുമ്പ് 10 മിനിറ്റ് മുമ്പ് തലയിൽ തേച്ച് പിടിപ്പിക്കുക. വേറൊരു കുപ്പിയിൽ കൂട്ട് ശേഖരിച്ച് വെച്ച് അരിച്ചെടുത്ത കൂട്ട് ശേഖരിച്ച് വെച്ച് ആഴ്ചയിലൊരിക്കൽ കുളിക്കുന്നതിന് മുമ്പ് തലയോട്ടിയിൽ തേച്ച് പിടിപ്പിക്കുന്നത് മുടിയുടെ വളർച്ചയ്ക്കും മുടി കൊഴിച്ചിൽ തടയാനും അകാല നര തടയാനും ഉപകരിക്കും. എല്ലാവരും ഈ എണ്ണ ഒന്ന് തയ്യാറാക്കി തലയിൽ തേച്ച് നോക്കുക. നല്ല റിസൾട്ടായിരിക്കും കിട്ടുന്നത്. ഓക്കെ, എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൊണ്ടൊരു കണ്ണാടി മാളിക തീർത്തു ഞാൻ, മുറ്റം നിറയെ